ഹലോ മക്കളെ, അപ്പൊ നാളെയാണ് നമ്മുടെ ബയോളജി എക്സാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കീപ്പിംഗ് ഡിസീസസ് എവേ, അതായത് രോഗങ്ങളെ അകറ്റി നിർത്താന്നുള്ള ചാപ്റ്റർ പെട്ടെന്നൊന്ന് നമുക്ക് നോക്കി പോവാം. ഇത് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് ഇതിന്റെ കൂടെ തന്നെ ഇത് കണ്ടുപോയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ഈസി ചാപ്റ്റർ ആണ്. നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ വേഗത്തിലേക്ക് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഡിസീസസ് ആണെന്ന് പറഞ്ഞു. ഡിസീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഒരു മേജർ ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന അസുഖം. അതായത് നമ്മൾ തൊടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീര് വഴിയോ എങ്ങനെയെങ്കിലൊക്കെ പകരുന്ന അസുഖങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരില്ല, അടുത്തിരിക്കുന്നതിനെ കൊണ്ടോ തൊടുന്നതിനെ കൊണ്ടോ ഒന്നും പകരില്ല, അതിനൊരു പ്രത്യേകിച്ച് രോഗാണുക്കളൊന്നും ഉള്ള അസുഖമല്ല. അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കബിൾ അഥവാ പകരുന്ന രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, അത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ഒരു പാത്തജൻ ഉണ്ട്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ അസുഖം ഉണ്ടാക്കുന്ന ഒരു രോഗാണുവിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ നമുക്കറിയാവുന്ന മേജർ പാത്തജൻസ് എന്തൊക്കെയാ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഫൈലേറിയൽ വേംസ്. ഇതൊക്കെയാണ് ഈ ഒരു 5 പാത്തജൻസ് ആണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താ വൈറസിനെ പറ്റി നോക്കാം. ആദ്യം നമ്മൾ വൈറസിന്റെ സ്ട്രക്ചറെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ വൈറസ് നമുക്ക് വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാക്കുകയും വൈറസിന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതായത് അതിനൊരു പ്രോട്ടീൻ ഔട്ടർ കവറിങ് ഉണ്ടാവും. അതിന്റെ ഉള്ളില് ഒന്നിക്ക് ഒരു DNA അല്ലെങ്കിൽ ഒരു RNA. അത് നമുക്കിതാ ഇതിൽ നോക്കാം. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിന്റെ ഒരു പ്രോട്ടീൻ കോഡ്. അതായത് ഒരു പ്രോട്ടീൻ ആവരണത്തിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. അതിന്റെ ഉള്ളില് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുന്നത് ഒന്നിക്കൽ ഒരു DNA അല്ലെങ്കിൽ ഒരു RNA. ഇത്രയേ ഉള്ളൂ വൈറസിന്റെ സ്ട്രക്ചർ. ഇനി ഇത് വൈറസിന്റെ ആക്ഷനെ പറ്റി പറയണെങ്കിൽ ഇതെങ്ങനെയാ നമ്മുടെ ശരീരത്തില് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇത് വന്ന് ഏതെങ്കിലും ഒരു സെല്ലിനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ആ സെല്ലിന്റെ ഉള്ളിലെ ജനറ്റിക് മെറ്റീരിയലിനെ ഇത് ആ കൺട്രോളിങ് എടുക്കും. അതായത് ഈ ജനിതക സംവിധാനത്തിന്റെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പെരുകുന്നത്, അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ? അതിന് സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ല, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലത്തെ ജനറ്റിക് മെഷീനറി, അതായത് നമ്മുടെ ജനറ്റിക് സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം ഇതിന് വേറെ സെൽ ഓർഗനൽസ് ഒന്നുമില്ല. സാധാരണ നമ്മുടെ സെല്ലിൽ ഇപ്പൊ എന്താ മൈറ്റോകോൺഡ്രിയ, ഗോൾഗി ബോഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ. വൈറസിന് അങ്ങനത്തെ സെൽ ഓർഗനൽസ് ഒന്നുമില്ല. ഒരു പ്രോട്ടീൻ കോട്ട്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കവറിങ്. ഇതാ ഈ ഒരു പ്രോട്ടീൻ കവറിങ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഒന്നിക്ക് either DNA or RNA രണ്ടും ഉണ്ടാവില്ല. രണ്ടിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇതാണ് വൈറസിന്റെ സ്ട്രക്ചർ, അതായത് അതിന്റെ ഘടന. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് വൈറസ് കോസ് ചെയ്യുന്ന 2-3 ഡിസീസസ് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് നിപ്പ. നിപ്പ പേരിൽ പറയുന്ന പോലെ തന്നെ കോസ് ചെയ്യുന്ന എന്താ? നിപ്പ വൈറസ് ആണ് നിപ്പ കോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, കേരളത്തിൽ ഇപ്പൊ ആദ്യമായിട്ട് നിപ്പ ഒക്കെ വരുന്ന ഒരു 5-6 വർഷങ്ങൾക്കൊക്കെ മുന്നേ. അപ്പൊ നിങ്ങളൊക്കെ ചെറിയ മക്കളായിരിക്കും, 4th ഒക്കെ പഠിക്കുകയായിരിക്കും. അപ്പൊ നിപ്പ വൈറസ്, ഈ നിപ്പ നമുക്ക് എങ്ങനെയാണ് ഈ നിപ്പ വൈറസ് കിട്ടുന്നത്? ഓക്കെ, ഈ പഴം തിന്നുന്ന വവ്വാലുകൾ, അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൽ നിന്നാണ് നമുക്ക് ഈ വൈറസ് കിട്ടുക, മനുഷ്യരിലേക്ക് എത്തുക. അത് എങ്ങനെ എത്തുകയെന്ന് വെച്ചാൽ ഒന്നിക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വവ്വാലിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒരു കോണ്ടാക്ട് വഴി, അല്ലെങ്കിൽ ഈ വവ്വാലിന്റെ ഉമിനീര്, അതായത് ഇത് ഏതെങ്കിലും ഒരു പഴം കഴിക്കുമ്പോൾ ഇതിന്റെ ഉമിനീര് അതിലെത്തുന്നു. അങ്ങനെ അത് ഭക്ഷിച്ചിട്ട് പോയ ഫ്രൂട്ട് നമ്മൾ എടുത്ത് കഴിക്കുന്നു. സോ ഇൻഡയറക്ട്ലി ആ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഒന്നെങ്കിൽ അസുഖം കിട്ടുക, അല്ലെങ്കിൽ ത്രൂ പിഗ്സ്, അതായത് ഈ പിഗ്, അതായത് ഈ പന്നി ഈ ഫ്രൂട്ട്, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാറ്റിനെ കഴിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ പിഗിന് ആ ഇൻഫെക്ഷൻ കിട്ടി, പിഗ് ത്രൂ നമുക്ക് കിട്ടാം. അതൊരു സെക്കൻഡറി വെക്ടർ ആണ്. സോ നമ്മൾ പറഞ്ഞു നിപ്പ നമുക്ക് കിട്ടുന്ന ഒന്നിക്കൽ ഡയറക്ട്ലി ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റിൽ നിന്ന്, അതിന്റെ സലൈവ, ഉമിനീര് വഴിയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ത്രൂ പിഗ്സ്. ഓക്കെ, നിപ്പ കഴിഞ്ഞു. ഇനി എയ്ഡ്സ്. എയ്ഡ്സ് നമുക്കറിയാം, എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്. എയ്ഡ്സ് കോസ് ചെയ്യുന്ന പാത്തജൻ എന്ന് പറയുന്നത് എഗെയിൻ വൈറസ് ആണ്. എന്ത് വൈറസ് ആണ്? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എയ്ഡ്സ്. ഓക്കെ, ഇനി ഈ എയ്ഡ്സ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇത് പൊതുവെ കൂടുതലായി സ്പ്രെഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ്. അതായത്
ശരീരദ്രവങ്ങളിലൂടെയാണ് ഇത് കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പറയും ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് തന്നെ നമുക്ക് നോക്കാം. ഇപ്പം എന്തെങ്കിലും അസുഖം കൊണ്ട് ബ്ലഡ് കുറയാണ്, അപ്പൊ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം, അതായത് ബ്ലഡ് കയറ്റാണ്. ഇപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ചെയ്യാണ്ട് ഒരു ബ്ലഡ് കയറ്റാണ്, അതായത് ഒരു HIV പേഷ്യന്റിന്റെ ബ്ലഡ് ആണ് കയറ്റുന്നത്, അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടാം, അടുത്ത ആൾക്ക് HIV കിട്ടാം. അല്ലെങ്കിൽ ഷെയറിങ് നീഡിൽ ആൻഡ് സിറിഞ്ച്. HIV ഉള്ള ഒരാൾ വന്നു, അയാളുടെ കയ്യിൽ നിന്നും നമ്മൾ ബ്ലഡ് എടുത്തു, ആ നീഡില് സെയിം നീഡിൽ വെച്ച് നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുകയാണ്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ ബ്ലഡ് ആണല്ലോ എടുക്കുന്നത്, അപ്പൊ ആ നീഡിലൊക്കെ കുറച്ച് നമ്മളെ ബ്ലഡ് പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അത് അസുഖം ഇല്ലാത്ത പുതിയൊരാളിൽ നിന്നും ആ സെയിം നീഡിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ അവർക്കും അസുഖം കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ പൊതുവെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും ചെയ്യില്ല, സെയിം നീഡിൽ വെച്ചൊന്നും ബ്ലഡ് എടുക്കത്തില്ല. സോ അടുത്തത് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട്, അതായത് ഇപ്പൊ കോണ്ടം ഒന്നും യൂസ് ചെയ്യാണ്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും ഈ എയ്ഡ്സ് പകരും. പിന്നെ എയ്ഡ്സ് രോഗബാധിതയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും അസുഖം എന്തായും പടരും, അതായത് ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. ഇനി അടുത്ത നമ്മുടെ നാട്ടിലുള്ള കുറെ എന്താ പറയാ അന്ധവിശ്വാസങ്ങളൊക്കെയാണ്. ഇപ്പം അസുഖം എയ്ഡ്സ് ഉള്ളവരൊക്കെ നമ്മളിങ്ങനെ അകറ്റി നിർത്തും, അതായത് അവരുടെ അടുത്ത് കൂടെ ഇരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ പാടില്ല, ഒരേ ടോയ്ലറ്റ് ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടും അസുഖം സ്പ്രെഡ് ചെയ്യില്ല. അസുഖം സ്പ്രെഡ് ചെയ്യുന്ന കോസസ് നമ്മൾ പറഞ്ഞു, അത് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെയാണ്, അല്ലാണ്ട് ഇപ്പം കഫ്, സ്നീസ് അല്ലെങ്കിൽ സലൈവ, ഷെയറിംഗ് ടോയ്ലറ്റ് ഇതിൽ കൂടെ ഒന്നും ഈ അസുഖം സ്പ്രെഡ് ആവില്ല. ഇനി ഇതിന്റെ ആക്ഷൻ, നമ്മൾ വൈറസിന്റെ ആക്ഷൻ പറഞ്ഞു, അതെന്താ നമ്മുടെ ബോഡിയിൽ വന്ന് നമ്മുടെ ഹ്യൂമൻസിന്റെ സെല്ലില് ഏതെങ്കിലും ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് അതിന്റെ മെഷീനറി യൂസ് ചെയ്തിട്ട് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പൊ HIV വൈറസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മളെ ഏത് സെല്ലിനെ ഇത് എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്സിനെ എഫക്ട് ചെയ്യാം. അപ്പൊ ലിംഫോസൈറ്റ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ ഈ ലിംഫോസൈറ്റ്സിന്റെ ജെനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താണല്ലോ, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്താണല്ലോ ഈ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ, ഈ ലിംഫോസൈറ്റ്സിന്റെ എണ്ണം താരതമ്യേന നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു വരും. ലിംഫോസൈറ്റ് കുറയുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വരിക? ഇപ്പൊ ലിംഫോസൈറ്റ്സ് എന്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാ നമ്മൾ പഠിക്കുന്നില്ലേ? ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായും നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സെല്ലാണ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ആ ലിംഫോസൈറ്റ്സിന്റെ എണ്ണം കുറയുമ്പോൾ എന്താ, നമ്മൾ കൂടുതലും എന്താ പറയാ, നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും, നമ്മൾ കൂടുതൽ അസുഖബാധിതരാവാനുള്ള ചാൻസസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രതിരോധ ശേഷി കുറയും. അപ്പം HIV multiplies using genetic mechanism of lymphocyte, hence number of lymphocyte decrease, and this condition of reduced immunity can easily affect the body. നമുക്ക് പെട്ടെന്ന് പല അസുഖങ്ങളും വരും. അതാണ് എന്ത്, HIV യുടെ കേസ്. പഠിച്ചല്ലോ, എയ്ഡ്സ് ആണ്, എയ്ഡ്സ് കോസ് ചെയ്യുന്നത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അടുത്തൊരു വൈറസ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറൽ ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം, ഇപ്പൊ പേരെന്ന പോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്നത് ആരാ? ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എവിടെയാ കോസ് ചെയ്യുന്നത്? ലിവർ, നമ്മുടെ കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. ഈ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ നമുക്ക് കിട്ടുക? ഈ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അതായത് മലിനമായ ജലത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്നോ, കൂടുതൽ നമുക്ക് ഈ ഭക്ഷണം വഴി കിട്ടുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ജോണ്ടിസ് ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോ ഒന്നിക്ക് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ ബ്ലഡ് കോമ്പണൻസ്, അത് ബ്ലഡിലൂടെ വരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ആക്ച്വലി ഹെപ്പറ്റൈറ്റിസ് കുറെ ഉണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ നമുക്ക് ബ്ലഡിലൂടെ വരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫുഡ് ആൻഡ് വാട്ടറിലൂടെ വരുന്നതുണ്ട്, പിന്നെ ഫീക്കൽ, അതായത് നമ്മുടെ വിസർജ്യ വസ്തുക്കളിൽ നിന്നും നമുക്ക് വരുന്നതുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും കിട്ടുന്ന അസുഖം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്പ്രെഡ് ആയി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡിലൂടെയും വാട്ടറിലൂടെയും വരുന്നത്, അതായത് മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇനി ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ലിവർ ഇൻഫ്ലമേഷൻ, നമുക്ക് കരൾ വീക്കം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ, ജോണ്ടിസ്, മഞ്ഞ നിറത്തില്, നമ്മുടെ കണ്ണൊക്കെ മഞ്ഞ നിറത്തില്, കൈ മഞ്ഞ നിറത്തിലാവുക, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ മൂത്രം നമുക്ക് കട്ടിയുള്ള മഞ്ഞ മൂത്രമായി മാറുക. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത്, ഈ മഞ്ഞ നിറത്തിനുള്ള കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ ബിലിറുബിന്റെ അളവ് കൂടും. ഈ ബിലിറുബിൻ ആണെന്ന് പറയുന്നത് പിഗ്മെന്റ് ആണ്, ഒരു ബൈലുള്ള, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ഉണ്ടല്ലോ, ബൈലുള്ള ഒരു പിഗ്മെന്റ് ആണ് എന്ത്, ബിലിറുബിൻ. ഈ ബിലിറുബിൻ ആണ് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടേക്ക് നമ്മൾ മഞ്ഞ നിറം കാണാൻ വേണ്ടി കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വൈറസ് ഡിസീസസിനെ പറ്റി പറഞ്ഞു, വൈറൽ ഡിസീസസ് പറഞ്ഞു, നിപ്പ പറഞ്ഞു, എയ്ഡ്സ് പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ ഇനി നമുക്ക് എന്താ, അടുത്ത ബാക്ടീരിയൽ ഡിസീസസിലേക്ക് കടക്കാം.
ഓക്കെ, ബാക്ടീരിയന്റെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ അഗെയിൻ സിമ്പിൾ ആണ്. ഇതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഒറ്റ സെല്ലേ ഉള്ളൂ. പക്ഷെ ഇതിനെന്താ ഒരു ഡെഫിനീറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അതായത് ഒരു പ്രത്യേക രീതിയിൽ നമുക്കിപ്പോ ഹ്യൂമൻ ബോഡീസിലുള്ള പോലെ തന്നെ ഒരു പ്രത്യേക തരമായിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. ഇതിനൊരു പ്രത്യേക രീതിയിൽ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? പ്രൊകാരിയോട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് സെല്ല് തന്നെ വിഭജിച്ച്, അതായത് ബൈനറി ഫിഷൻ വഴിയാണ് ഈ സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് ശരീരത്തിൽ ചില ടോക്സിൻസ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് കാരണമാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നത്. ആ ടോക്സിൻ കാരണം നമ്മുടെ ശരീരത്തിലെ സെല്ലിനൊക്കെ ഡാമേജുകൾ വന്ന് അത് നമുക്ക് അസുഖം കോസ് ചെയ്യും. അതാണ് ബാക്ടീരിയൽ കോസ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിൽ കോസ് ചെയ്യുന്ന അസുഖം ഉണ്ടാക്കുന്ന കാരണം. ഇനി ഫസ്റ്റ് ഒരു ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ? റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഈ കോസ് ചെയ്യുന്ന പാത്തജന്റെ പേര് ലെപ്റ്റോസ്പൈറ എന്നാണ്. ഇപ്പൊ ഡിസീസിന്റെ പേര് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണല്ലോ, അപ്പൊ അത് കോസ് ചെയ്യുന്ന പാത്തജന്റെ പേര് എന്താ? ലെപ്റ്റോസ്പൈറ. ഓക്കെ, ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ റാറ്റ് ഫീവർ എന്ന് പറഞ്ഞല്ലോ, എലിപ്പനി എന്ന് മേജർ ആയിട്ട് ഇതിനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ എലിയുടെ മൂത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ മൂത്രം കലർന്ന വെള്ളത്തിൽ നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവോ, അങ്ങനെയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടുക. അതായത് നമുക്കിപ്പോ കാലിനൊരു മുറിവുണ്ട്, അപ്പം ഈ നമ്മൾ ഈ മുറിവുള്ള കാല് എന്ത് ചെയ്യുന്നു? നമ്മളൊരു എലിയുടെ മൂത്രമൊക്കെ കലർന്നിട്ടുള്ള ഒരു വെള്ളത്തിൽ ടച്ച് ചെയ്യാണ്. അപ്പൊ അതുവഴി ആ മുറിവിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി നമുക്ക് ഈ അസുഖം ഉണ്ടാക്കും, എലിപ്പനി ഉണ്ടാക്കും. അപ്പം സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വൂൺസ് വഴി, എന്നിട്ട് സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് ഈ സ്റ്റാഗ്നന്റ് വാട്ടറിൽ ആ മേജർ ആയിട്ട് നമ്മൾ പറയാ എന്താ? ഈ അസുഖം ബാധിച്ച ഈ റാറ്റിന്റെ മൂത്രം ഒക്കെ കലർന്നിട്ടുള്ള ആ വെള്ളം നമ്മുടെ അതായത് ഏതെങ്കിലും മുറിവിൽ കൂടെ ഒക്കെ തട്ടുമ്പം അതിലൂടെ കയറുകയാണ് ഈ ബാക്ടീരിയ. അതാണ് ഇതിന്റെ സ്പ്രെഡ്. ഇനി നമ്മൾ ഇതിന്റെ സിംറ്റം അഥവാ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ തീവ്രമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, പിന്നെന്താ? കണ്ണിന് ചുവപ്പ് ഉണ്ടാവും, റെഡ്നെസ് ഓഫ് ഐ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അതായത് ഉള്ളില്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ബ്ലീഡിങ് സംഭവിക്കാം. അതാണ് ഈ ഇതിന്റെ സിംറ്റംസ്. എന്തായത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവറിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ നമ്മള് മേജർ ആയിട്ട് നമ്മളിപ്പോ ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ ഓർക്കുന്നത്, നമ്മള് അധികം ഈ തൊണ്ടയൊക്കെ ആ ഒരു ഭാഗത്തിനെയാണ് കൂടുതലായിട്ട് നമ്മളെ ഡിഫ്തീരിയ എഫക്ട് ചെയ്യുക. അപ്പൊ ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന രോഗകാരിയുടെ പേരെന്താ? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അത് സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാ നമുക്ക് എന്താ? ഒന്നിക്കല് ഒരു അസുഖം ബാധിച്ച ഒരാളിൽ നിന്നുള്ള ചുമക്കുമ്പോൾ, അപ്പൊ നമുക്ക് എന്താ? ചുമയ്ക്കുമ്പം ഈ നമ്മുടെ ഉമിനീര് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തുമ്മുന്നത്, അല്ലെങ്കിൽ ഓർ ഡയറക്ട്ലി എങ്ങനെ വേണമെങ്കിലും കോണ്ടാക്ട് ഉണ്ടാവാം. ഇങ്ങനെയാണ് ഡിഫ്തീരിയ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ഇനി ഡിഫ്തീരിയയുടെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഒന്നിക്കൽ ഒരു ഫീവർ, അതായത് നല്ല പനി, അല്ലെങ്കിൽ ത്രോട്ട് പെയിൻ, അല്ലെങ്കിൽ നല്ല എല്ലാം വേണേ ഒന്നിച്ച് നമുക്ക് ഉണ്ടാവാം. പനി ഉണ്ടാവാം, തൊണ്ടവേദന ഉണ്ടാവാം, പിന്നെ ഇൻഫ്ലമേഷൻ, നമ്മളെ ഈ ലിംഫ് ഗ്രന്ഥികൾ ഉണ്ടല്ലോ അതെന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും, അതായത് എൻലാർജ് ചെയ്യും. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലിംഫ് ഒന്നും മനസ്സിലാവില്ല, ലിംഫ് നോഡൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു അസുഖം വന്ന് ആ ഒരു കേസിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്കത് കിട്ടും, ഇവിടെ മനസ്സിലാവും. അത് എന്താ പറയാ, വികസിച്ചിട്ടുണ്ട്, അതായത് വണ്ണം വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളതാണ് ഈ നമ്മുടെ തൊണ്ടയുടെ ഉള്ളില് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രേ കളറിൽ ഒരു മെംബ്രെയിൻ പോലെ ഒരു സാധനം ഉണ്ടാവും. നമ്മൾ വായ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഒരു ടോൺസിലിന്റെ ഒക്കെ ഭാഗത്തായിട്ട് നമുക്കൊരു ഗ്രേ കളറിലുള്ള ഒരു പാട പോലെ ഒരു സാധനം കാണാൻ പറ്റും. അത് ഈ ഡിഫ്തീരിയയുടെ ഒരു മേജർ സിംറ്റം ആണ്. ഓക്കെ, അപ്പൊ എന്താ? ഡിഫ്തീരിയയും നോക്കി. ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ആരാ? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അടുത്ത എന്താ? ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കോസ് ചെയ്യുന്ന പാത്തജന്റെ പേര് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അതായത് ഒരു ബാക്ടീരിയ ആണല്ലോ, അത് മൈക്കോബാക്ടീരിയം. കോസ് ചെയ്യുന്നത് എന്താ? ട്യൂബർകുലോസിസ്. അപ്പൊ എന്താ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈസി അല്ലേ? അപ്പം പാത്തജന്റെ പേര് കിട്ടി. ട്യൂബർകുലോസിസിന് കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അതിന് ഇത് സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാ? ഇതും നമ്മളെ മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയാ, ഈ
തുപ്പല് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരാള് ചുമക്കുമ്പം വായിൽ നിന്ന് പോകുന്ന ആ ഒരു ഉമിനീർ കണങ്ങൾ ഇങ്ങനെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമല്ലോ, അത് വേറൊരാൾക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്പ്രെഡ് ആണ് ട്യൂബർകുലോസിസിൻ്റെത്. ഇപ്പൊ ത്രൂ എയർ. പിന്നെ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ട്യൂബർകുലോസിസ് എഫക്ട് ചെയ്യുന്ന ഏതെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിനെയാണ്. ഏറ്റവും കൂടുതൽ ട്യൂബർകുലോസിസ് നമ്മൾ TB എന്ന് ഷോർട്ടാക്കി പറയും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഏത് ഓർഗനാന്ന് വെച്ചാൽ ലങ്സിനെയാണ്, ശ്വാസകോശത്തിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഓൾസോ എഫക്ട് ഇപ്പൊ നമ്മളെ കിഡ്നി, ബോൺ, ജോയിന്റ്സ്, ബ്രെയിൻ എല്ലാത്തിനെയും സത്യം പറഞ്ഞാൽ TB എഫക്ട് ചെയ്യും. പക്ഷെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ലങ്സിനാണ്, ശ്വാസകോശത്തിനാണ് ട്യൂബർകുലോസിസ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സിംറ്റംസ് പറഞ്ഞാൽ കൂടുതലായി നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ശരീരഭാരം കുറയും, നല്ലൊരു ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും, നമ്മളെ ബോഡി വെയിറ്റ് നല്ലോണം കുറഞ്ഞു വരും. ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഗ്രാജുവലി നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും. ഒന്നത്. രണ്ട്, ക്ഷീണം, നല്ല ക്ഷീണം ഉണ്ടാവും, ഫെറ്റീഗ്. പിന്നെ നമുക്ക് എന്താ രാത്രി കാലങ്ങളിൽ പനിയൊക്കെ ഉണ്ടാവും, രാത്രി കാലത്ത് നമുക്ക് പനി വരും. പിന്നെന്താ പെർസിസ്റ്റന്റ് കോഫ്, അതായത് തുടർച്ചയായ ചുമ, ഒരു 3 ആഴ്ചയിലൊക്കെ കൂടുതൽ നമുക്ക് ഇങ്ങനെ വിട്ടുമാറാത്ത ചുമ ഉണ്ടാവും. അതാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ആണ്. നമ്മൾ ആന്റിബയോട്ടിക്സ് ബാക്ടീരിയക്ക് എതിരെ കൊടുക്കുന്ന മരുന്നുകൾക്ക് പറയുന്നതാണ് ആന്റിബയോട്ടിക്സ്. അപ്പൊ എന്താ ട്രീറ്റ്മെന്റ് ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ BCG വാക്സിൻ, അത് നമ്മൾ കുട്ടികളൊക്കെ ജനിച്ച പാടേ കൊടുക്കുന്ന വാക്സിൻ ആണ്. നമ്മളൊക്കെ എടുത്തിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ അതിന്റെ ഒരു മാർക്ക് ഉണ്ടാവും, ഈ ലെഫ്റ്റ് കയ്യിലായിട്ട് ഇവിടെ. അതാണ് അവിടെ എടുക്കുന്ന വാക്സിൻ പറയുന്നതാണ് BCG. നമ്മൾ ജനിക്കുമ്പോഴേ എടുക്കുന്ന വാക്സിൻ ആണ്. ഇത് എന്ത് വേണ്ടിയിട്ടാ? നമ്മൾ ഈ TB-നെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് BCG. ഓക്കെ, അപ്പം അതുമായല്ലോ, ബാക്ടീരിയൽ ഡിസീസസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താന്ന് നോക്കാൻ പോകുന്നത് ഫംഗൽ ഡിസീസസ്, അതായത് ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ്. അപ്പൊ ഫംഗസിന്റെ ഇത് ടോക്സിൻസ് ആണ് മേജർ ആയിട്ടും നമ്മളെ ഈ ഡിസീസ് കോസ് ചെയ്യാനുള്ള കാരണം. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ല, ജസ്റ്റ് പൂപ്പലുകളാണ്. നമുക്കറിയാം, നമ്മളിപ്പം നമ്മളെ വീട്ടിലൊക്കെ ബ്രെഡ് ഒക്കെ ഉണ്ടാകുമ്പം ബ്രെഡ് വെടക്കാവുന്ന സമയത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയുമ്പോൾ അതിൽ നമ്മൾ പൂപ്പലൊക്കെ കാണുന്നില്ലേ, അതൊരു ഫംഗസ് ആണ്. അപ്പം ഈ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ്, ഇതൊരു ചില ഉൽപ്പാദിപ്പിക്കുന്ന ഈ വിഷവസ്തുവാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കാനുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് ഫംഗസ് ഉണ്ടാക്കുന്ന ചില അസുഖങ്ങൾ നോക്കി പോവാം. ഫസ്റ്റ് റിംഗ് വേം, അതായത് ഇപ്പം റിംഗ് വേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വട്ടച്ചോറി നമ്മൾ അതിനെ മലയാളത്തിൽ പറയും. ഇത് കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ത്വക്കിലൊക്കെ ആയിട്ട് റൗണ്ട് ആയിട്ട് റെഡ് കളറിലുള്ള ബ്ലിസ്റ്റേഴ്സ്, അതായത് ചുവന്ന തിണർപ്പുകൾ പോലെയാണ് ഈ അസുഖം നമുക്ക് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുക? ഇത് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്, ഒരാളെ ടച്ച് ചെയ്യുമ്പോഴാണ്. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, ഇപ്പൊ ഉമിനീർ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളാ പറയുന്നത്. ഇത് എയറിലൂടെ അല്ല, ഇത് നമ്മൾ ടച്ച് ചെയ്യുക. അസുഖമുള്ള ഒരാള് ആ ഒരു ഭാഗം തൊട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയോ അസുഖം ഇല്ലാത്ത ഒരാളെ ടച്ച് ചെയ്യുന്നത് മൂലം കിട്ടുന്ന അസുഖമാണ് റിംഗ് വേം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗൽ ഡിസീസ് എന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫുട്ട്, അഥവാ മലയാളത്തില് നമ്മൾ എന്താ വളം കടി എന്നൊക്കെ പറയും. അപ്പം അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അറിയാം, മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ചളി വെള്ളത്തിലൊക്കെ കാല് കുത്തുന്ന സമയത്ത് നമുക്ക് കാൽ വിരലുകൾക്കിടയിൽ ഉണ്ടാവുന്ന റെഡിഷ് സ്കെയിലി റാഷസ് ആണ്. അത് നമുക്ക് ഇച്ചിങ് ഉണ്ടാക്കും, ചൊറിച്ചൽ ഉണ്ടാക്കുന്ന ഈ ഒരു അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് അത്ലറ്റ് ഫുട്ട് അഥവാ വളംകടി എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പം ഇത് എന്താണ്, ഒരു ഫംഗൽ ഡിസീസ് ആണ്. ഇത് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. അതായത് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ചളിവെള്ളത്തിലൊക്കെ കാലുകുത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്, അത്ലറ്റ്സ് ഫുട്ട്. അപ്പൊ എന്താ ഫംഗൽ ഡിസീസ് കഴിഞ്ഞു. ഫംഗൽ ഡിസീസിൽ പറഞ്ഞത് റിംഗ് വേം പറഞ്ഞു, അടുത്ത അത്ലറ്റ് ഫുട്ടും പറഞ്ഞു. സോ അടുത്ത് നോക്കുന്നത് എന്നാ പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. പ്രോട്ടോസോവനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. എഗെയിൻ ഇത് യൂകാരിയോട്സ് ആണ്, കാരണം ഇതിനെന്താ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊക്കാരിയോട്ട് ആണ്, ഇപ്പൊ ഇതെന്താ യൂകാരിയോട്ടായി, യൂണിസെല്ലുലാർ ആണ്. ഇതും സിംഗിൾ സെല്ല് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇതിന് ഒരു ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയും, യൂകാരിയോട്ട് എന്ന് പറയും. ഇതിന്റെയും ആക്ഷൻ എന്ന് പറയുമ്പോൾ ടോക്സിൻസ് തന്നെയാണ്. അതായത് നമുക്ക് എന്താ ഏതെങ്കിലും ഒരു ഇങ്ങനെ വിഷവസ്തുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മുടെ സെൽസിനെ നശിപ്പിക്കും. അത് കാരണം ഉണ്ടാവുന്ന അസുഖമാണ്. സോ പ്രോട്ടോസോയിന്റെ ആക്ഷൻ പറയുമ്പോൾ ടോക്സിൻസ് ആണ് ദാറ്റ് ഡിസ്ട്രോയ് സെൽ. ദെൻ ആ ചില ഇതില് നമ്മളെ ചില പ്രോട്ടോസോ എന്താവും, അവര് ഉൽപ്പാദിക്കുന്ന ടോക്സിൻസ് ആണ് നമ്മളെ ബ്ലഡ് സെൽസിനെയും കൂടെ നശിപ്പിക്കും. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്ന അസുഖം എന്ന് പറയുന്നത് മലേറിയ ആണ്.
അതായത് മലമ്പനി. ഇത് കോസ് ചെയ്യുന്ന ഈ രോഗകാരി, ഈ പാത്തജനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം സ്പീഷീസ്. പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് നമുക്ക് മലേറിയ ഉണ്ടാക്കുന്നത്. അപ്പൊ പാത്തജൻ ഈസ് പ്ലാസ്മോഡിയം. ദെൻ സ്പ്രെഡ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. അതായത് അനോഫിലസ് മോസ്കിറ്റോ നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പെൺകൊതുകളാണ്, ഫീമെയിൽ അനോഫിലസ് ആണ്, അത് വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. അപ്പൊ സ്പ്രെഡ് പറഞ്ഞു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ കാരണമാണ്. ഇനി ഇതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ നമ്മുടെ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് എഗെയിൻ എന്താ, ഹൈ ഫീവർ ആയിരിക്കും, നമുക്ക് എന്താ നല്ല പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഉണ്ടാവും, അമിതമായിട്ടുള്ള വേർപ്പ് ഉണ്ടാവും, പിന്നെ ഹെഡേക്ക് അതായത് തലവേദന, വോമിറ്റിംഗ്, ഡയേറിയ, അനീമിയ അതായത് നമുക്ക് വിളർച്ച ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞു ചില പ്ലാസ്മോഡിയം എന്താ സ്പീഷീസ് നമ്മുടെ ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്യും. അപ്പൊ എന്താവും, നമുക്ക് അനീമിയ ഉണ്ടാവും, അതായത് വിളർച്ച ഉണ്ടാവും. ഇതാണ് മലേറിയയുടെ രോഗലക്ഷണങ്ങൾ. അടുത്ത പറയുന്നതാണ് ഫൈലേറിയൽ വേം. ഫൈലേറിയൽ വേം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് നമുക്കറിയാം, മലയാളത്തിൽ ഇതിന് മന്ത് രോഗം എന്നൊക്കെ പറയും. നമ്മുടെ കാലിനൊക്കെ വീക്കം വരുന്നതാണ് മന്ത് രോഗം. ഈ മന്ത് രോഗം ഉണ്ടാക്കുന്നത് ഫൈലേറിയൽ വേം ആണ്. ഇതെങ്ങനെ നമ്മുടെ ഫൈലേറിയൽ വേം ശരീരത്തിൽ എത്തുന്നത് പറഞ്ഞാൽ ഇതും ഒരു കൊതുക് പരത്തുന്ന അസുഖമാണ്. അതായത് നേരത്തെ പറഞ്ഞത് അനോഫിലസ് മോസ്കിറ്റോ ആണെങ്കിൽ ഇവിടെ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ക്യൂലെക്സ് മോസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഫൈലേറിയൽ വേം കയറുന്നത്. ഈ ഫൈലേറിയൽ വേം നമ്മുടെ ലിംഫ് ഡക്റ്റ് ഉണ്ടല്ലോ, അതിൽ പോയി ഡെപ്പോസിറ്റ് ആയി നമ്മൾ ആ ലിംഫ് ഡക്റ്റിന് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും. അതായത് മലയാളത്തിൽ പറയുന്നത് നമ്മുടെ ലിംഫ് വാഹികളിൽ ആ വിരകൾ ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് അതിന്റെ എന്ത് പറയും, ഈ ലിംഫ് ഒഴുകുന്നതിന് ഒരു തടസ്സം ഉണ്ടാക്കും. അപ്പൊ അതങ്ങനെ അവിടെ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്ത് വരും. കാലിങ്ങനെ എന്തായും വീർത്ത് വരുന്ന, വീങ്ങി വരുന്നതിന് നമ്മൾ പറയുന്ന ആ അസുഖത്തിന്റെ പേരാണ് മന്ത് രോഗം അഥവാ ഫൈലേറിയാസിസ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ്സ് ഇൻ ദ ലിംഫ് ഡക്ട്. അത് പറഞ്ഞത് തന്നെ സെയിം സാധനമാണ്. ആ ലിംഫ് ഡക്ട് ഒക്കെ വീങ്ങി വന്നിട്ട് നമ്മുടെ കാലൊക്കെ വീങ്ങി വരുന്ന ഈ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് എന്ത്, ഫൈലേറിയാസിസ്. അപ്പൊ എന്താ, നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മള് 5 പാത്തജൻസിനെ പറ്റി പറഞ്ഞു, അതുണ്ടാക്കുന്ന ഡിസീസ് പഠിച്ചു. സിമ്പിൾ അല്ലേ, മനസ്സിലാവുന്നില്ലേ? സോ അടുത്തത് നോൺ പാത്തോജനിക് ഡിസീസ്, അതായത് പകരാത്ത രോഗങ്ങൾ, രോഗാണുക്കൾ മൂലം പകരുന്ന അസുഖമല്ല ഇത്. സോ നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ് പറയുന്നത് ജെനറ്റിക് ഡിസീസ്, അതായത് ജനിതക രോഗങ്ങളാണ്. നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ ജീൻസ് ത്രൂ ഒക്കെ വരുന്ന അസുഖങ്ങളാണ് ജനിതക രോഗങ്ങൾ. ഇത് നമുക്ക് എവിടുന്ന് പകർന്നു കിട്ടുന്നല്ല, അതായത് ഒരാളെ ടച്ച് ചെയ്യുന്നത് മൂലമോ അങ്ങനെയൊന്നും കിട്ടുന്ന അസുഖമല്ല ജനിത രോഗം. അപ്പൊ ജനിതക രോഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഉള്ളത് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഈ ബ്ലഡ് കട്ട പിടിക്കുന്നത് ഇല്ലാണ്ടാക്കുന്ന, തടയുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് ഹീമോഫീലിയ. അതായത് ഈ ഡിഫക്റ്റ് ഓഫ് ജീൻസ് ദാറ്റ് കോസസ് ഡിഫക്റ്റീവ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ ഈ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ, ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന, അതായത് ഞാൻ കാണിക്കാം. ഇതിപ്പോ നമ്മുടെ ജീൻ, ഇതൊരു ജീനാണ്. ഇത് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രോട്ടീൻ, ഇത് പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കും. ഈ പ്രോട്ടീൻ ആക്ട് ചെയ്തിട്ടാണ്, ഇത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മുറിവാണെന്ന് വിചാരിക്കാം, ഒരു മുറിവാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ബ്ലഡ് വരുന്നത്. അപ്പൊ ഈ ബ്ലഡ് വരുന്നത് തടയാൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവണം. അതായത് നമുക്ക് ഈ ബ്ലഡ് വരാണ്ടിരിക്കാനുള്ള ക്ലോട്ട് ഉണ്ടാക്കണം. ഈ ക്ലോട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഇത്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ വിചാരിക്കേണ്ടത് ആരാണ്, ഈ നമ്മുടെ ഓൾറെഡി നമ്മളെ ക്രോമസോമിലുള്ള ജീൻസ് ആണ് വിചാരിക്കേണ്ടത്. പക്ഷെ നമുക്ക് ജനിതകപരമായി നമുക്ക് എന്താ, ഈ ജീന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്. അതായത് ഈ ജീന് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുമൂലം എന്താ, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ഇത് ഇല്ലാണ്ടാക്കും. അപ്പൊ നമുക്ക് വല്ലാണ്ടേ ഒരു മുറിവ് സംഭവിക്കുമ്പോൾ കൂടുതലായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷൻ ആണ് ഹീമോഫീലിയ. അതായത് എക്സസീവ് ബ്ലഡ് ലോസ് ഉണ്ടാവും, നമുക്ക് അമിതമായി ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പൊ ഇതിന് നമുക്കൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് പറയാണെന്ന് വെച്ചാൽ, ഈ ഇല്ലാണ്ടിരിക്കുന്ന, അതായത് ഈ ജീന്റെ പ്രശ്നം മൂലം നമുക്ക് ഏത് പ്രോട്ടീൻ ആണോ ഇല്ലാണ്ടാവുന്നത്, ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുത്തിവെക്കുകയാണ്. അപ്പൊ എന്താ, ആ പ്രോട്ടീൻ ആക്ട് ചെയ്തിട്ട് നമ്മളെ മുറിവ് വരുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, കട്ട പിടിക്കാൻ അത് സഹായിക്കും. അതാണ് എന്താ, ഹീമോഫീലിയ. ഹീമോഫീലിയ പേഷ്യൻസിന് സ്പെഷ്യൽ കെയർ വേണം. അതായത് പെട്ടെന്ന് ഇങ്ങനെ മുറിവുണ്ടാകുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് ഡിസീസ് നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ. അതൊരു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീന്റെ ഉൽപാദനം ഒരു നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കുമ്പോൾ, വൈകല്യം സംഭവിക്കുമ്പോഴുള്ള അസുഖമാണ് ഹീമോഫീലിയ. അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, സിക്കിൾ സെൽ. നമ്മുടെ ബ്ലഡിലുള്ള RBC, അതായത് റെഡ് ബ്ലഡ് സെൽ അഥവാ നമ്മുടെ രക്താണുക്കൾ ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പ്
ഇപ്പൊ ഒരു ബൈകോൺകേവ് ആണ് അതിന്റെ നോർമൽ ഷേപ്പ്. അത് ഇതിൽ നിന്നും മാറി ഒരു സിക്കിൾ സെൽ, അതായത് അരിവാള് പോലെ ആവും. ഇതിനാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത്. അനീമിയ എന്ന് വിളിക്കാൻ കാരണം എന്താ, നമുക്ക് അനീമിയ വരും, ഒരു വിളർച്ച വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീൻ, അഗെയിൻ നമ്മുടെ ഒരു ജീൻ, ആ ജീൻ എന്താക്കും, നമ്മുടെ RBCയിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ജീനാണ്. അപ്പൊ ആ ജീനിന് തകരാറ് വന്നു. ഇത് ജീനാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ജനിതകപരമായ ഡിഫക്റ്റ് വന്നു. അപ്പൊ ഈ ജീനുകൾക്ക് എന്താ, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതായത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ അല്ല ഉണ്ടാവുന്നത്. അപ്പൊ എന്താ, നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ അല്ല ഉണ്ടാവുന്നെങ്കിൽ നമ്മുടെ RBC രക്താണുവിന്റെ ഷേപ്പ് മാറും. നോർമലിൽ നിന്നും മാറി അതെന്താവും, ഇങ്ങനെ അരിവാള് പോലത്തെ ഒരു ഷേപ്പ് എടുക്കും. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ഉള്ള ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അതിന്റെ രക്തക്കുഴലിലൂടെ പോകുമ്പോൾ അതിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നോർമലി ഉള്ള ഷേപ്പ് അതിനൊന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു സിക്കിൾ സെൽ ഒരു അരിവാൾ ഷേപ്പിലായ അതിന് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ ധമനികളിലൂടെ പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ, അത് ധമനികളിൽ ഇങ്ങനെ കൂടി പിടിച്ച് നിൽക്കും, ഒബ്സ്ട്രക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് എന്ത്, അനീമിയ ഉണ്ടാവും. കാരണം എന്താ, നമ്മുടെ സെൽസിലൊന്നും ബ്ലഡ് പ്രോപ്പർ ആയിട്ട് എത്തുന്നില്ല, മര്യാദയ്ക്ക് എത്തുന്നില്ല. അപ്പൊ എന്താ, ഓക്സിജനും കിട്ടുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യും, അനീമിയ വരും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ. ഇതില് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ജീൻസ് ദ ഒക്കറിംഗ് ഇൻ ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ ആ പ്രോട്ടീൻ എന്താ, അമിനോ ആസിഡ്സ് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിൽ വരുന്ന ഒരു ഡിഫക്റ്റ് കൊണ്ട് നമ്മുടെ RBCന്റെ ഷേപ്പ് എന്താവും, നോർമൽ ബൈകോൺകേവ് ഷേപ്പിൽ നിന്ന് മാറിയിട്ട് ഒരു സിക്കിൾ സെൽ അരിവാള് പോലെ ആവും. ഇതിനെ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ. സോ അടുത്ത ഡിസീസ് ആണ് ക്യാൻസർ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, നമുക്ക് ചുറ്റുമുള്ളവരിലൊക്കെ നമ്മൾ കാണുന്ന ഇപ്പം ഏറ്റവും പോപ്പുലർ ആയി വരുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ. അപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സെൽസിന്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡിവിഷൻ ആണ്. അതായത് അനിയന്ത്രിതമായിട്ടുള്ള കോശ വിഭജനത്തിനാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പൊതുവെ എന്താ, ഒരു സെല്ല് മാറി ഡിവൈഡ് ചെയ്ത് കുറെ സെല്ലുകളായി മാറുന്നത് പൊതുവെ നമ്മുടെ ശരീരത്തിൽ ഇതിനൊരു കൺട്രോൾ ഉണ്ട്. ഇത് കൺട്രോൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. അതായത് വല്ലാണ്ട് പ്രോലിഫറേറ്റ് ചെയ്യാൻ വിടൂല. പക്ഷെ ഈ ക്യാൻസർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന്റെ ഡിവിഷനെ ഒന്ന് കൺട്രോൾ ആക്കാൻ ആരുമില്ല, കൺട്രോൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ സെല്ല് ഇങ്ങനെ അനിയന്ത്രിതമായി വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറെ സെല്ലുകൾ വന്ന് അക്യുമുലേറ്റ്, കുറെ പ്രോലിഫറേറ്റ് ചെയ്യാണ്. ഈ ഒരു രോഗാവസ്ഥയെ നമ്മൾ പറയുന്നതാണ് ക്യാൻസർ. അപ്പൊ ഇതിന്റെ റീസൺസ് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇപ്പൊ സ്മോക്കിംഗ്, പുകവലി ഒരു കാരണമാണ്. അല്ലെങ്കിൽ റേഡിയേഷൻസ്, നമുക്കറിയാം ഇപ്പൊ UV റേഡിയേഷൻസ് ഒക്കെ വന്ന് നമുക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാൻ വളരെയധികം കാരണമാണ് റേഡിയേഷൻസ്. പിന്നെ വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, നമുക്ക് അതായത് ജനിതകമായി നമ്മളെ പാരമ്പര്യമായി കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മക്കും അച്ഛനൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. പിന്നെ ഓൾട്ടറേഷൻസ് ഇൻ ജെനറ്റിക് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ജനിതക ഘടനയിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കാരണങ്ങൾ. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സർജറി, രണ്ടെന്താ കീമോതെറാപ്പി, അതായത് രാസചികിത്സ. നമ്മൾ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റിനാണ് നമ്മൾ രാസചികിത്സ എന്ന് പറയാം. അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കീമോതെറാപ്പി, അത് കഴിഞ്ഞാൽ റേഡിയേഷൻ തെറാപ്പി, അതായത് റേഡിയേഷൻ വെച്ചിട്ട് ചികിത്സിക്കുന്നതാണ് റേഡിയേഷൻ തെറാപ്പി. അപ്പൊ എന്താ, നേരത്തെ നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് ക്യൂർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ക്യാൻസറിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മൾ ജെനറ്റിക് ഡിസീസസ് കവർ ചെയ്തു. ഇനി എന്താ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മളെ ജീവിതശൈലി കാരണം വരുന്ന അസുഖങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പൊ മേജർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ മാറുന്ന ഭക്ഷണ രീതികൾ. നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നു. പിന്നെ വ്യായാമം ഇല്ലായ്മ, എക്സസൈസ് ഒക്കെ കുറവാണ്, മര്യാദയ്ക്കൊന്നും നമ്മൾ എക്സസൈസ് ഒന്നും ഡെയിലി നമ്മുടെ റുട്ടീനിൽ വരുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. പിന്നെ മെന്റൽ സ്ട്രെസ്, പിന്നെ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ആൽക്കഹോൾ കൺസപ്ഷൻ, സ്മോക്കിംഗ്, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് കോൺട്രിബ്യൂട്ട്, അതായത് കാരണമാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം വരുന്ന ഡിസീസ് ഡയബറ്റിസ്, പ്രമേഹം. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും ഡയബറ്റിസ്, പ്രമേഹം. ഇത് ഉണ്ടാകുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നിക്ക് ആ ഇൻസുലിന്റെ കുറവ്, അല്ലെങ്കിൽ ആ ഇൻസുലിൻ നമ്മുടെ ബാക്കി സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ
എന്താ പറയാ അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ ഡെഫിഷ്യൻസി ഓർ മാൽ ഫംഗ്ഷൻ ഓഫ് ഇൻസുലിൻ, ഇൻസുലിന്റെ കുറവോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന വൈകല്യം കാരണം ഉണ്ടാകുന്ന അസുഖമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ്. അടുത്തത് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മളെ കരൾ വീക്കം പോലെ തന്നെയാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ് നമ്മുടെ ലിവറിലുള്ള സെൽസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യും. ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിന് പറയുന്ന പേരാണ് ഫാറ്റി ലിവർ. അടുത്ത അസുഖമാണ് സ്ട്രോക്ക് ഓർ പക്ഷാഘാതം. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസില് ആ രക്തധമനിയില് നമ്മൾ എന്തേലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ ഒന്നിക്ക് ഫാറ്റ് അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് നമ്മളെ ബ്രെയിനിൽ പ്രോപ്പർ ആയിട്ട് എത്തൂല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് സ്ട്രോക്ക്. പക്ഷെ നമുക്ക് തളർച്ച വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും കിടപ്പിലൊക്കെ ആവുന്ന പേഷ്യൻസ് തളർച്ച വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് നമ്മുടെ സൈഡൊക്കെ തളർന്നു പോകും. നമുക്ക് കൈ കാലുകളൊന്നും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. അതാണ് സ്ട്രോക്ക്. അടുത്തെന്താ ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം. അതെന്താ സെയിം കാരണമാണ്. നമ്മുടെ രക്തധമനിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നോർമലി നമ്മുടെ ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിൽ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ബ്ലഡിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് വെസലിൽ കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞു കൂടി. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസലിന്റെ വ്യാസം കുറഞ്ഞു. അപ്പൊ രക്തം പോകുമ്പോൾ ഇതിന് പ്രഷർ കൂടും, സമ്മർദ്ദം കൂടും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം. ഓക്കെ, അടുത്തെന്താ ഹാർട്ട് അറ്റാക്ക്. ഇതും നമ്മളിപ്പോ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അസുഖമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ സെയിം നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ബ്ലഡ് കൊടുക്കുന്ന രക്തധമനി ഉണ്ട്. അതാണ് കൊറോണറി ധമനി എന്നാണ് അതിന്റെ പേര്, കൊറോണറി ആർട്ടറി. ഈ കൊറോണറി ആർട്ടറിയില് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു, അതായത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മുടെ ഹാർട്ട് സെല്ലിലേക്ക് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ എത്തുന്നില്ല. നമുക്ക് ഏത് സെല്ലിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണം. എനർജി ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഹാർട്ട് സെൽസിന് മര്യാദയ്ക്ക് ഓക്സിജൻസ് ന്യൂട്രിയൻസ് ഒന്നും കിട്ടൂല. അതുവഴി നമ്മുടെ ഹാർട്ട് ഫെയിൽ ചെയ്യും. അതിന്റെ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു കണ്ടീഷന് പറയുന്നതാണ് ഹൃദയാഘാതം ഓർ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, സോ ഇനി അടുത്ത സ്മോക്കിംഗ് റിലേറ്റഡ് ഹെൽത്ത് പ്രോബ്ലംസ്. നമ്മുടെ പുകവലി കാരണം നമുക്ക് വരുന്ന അസുഖങ്ങൾ. അപ്പം ആദ്യം ഇത് നമ്മുടെ നാഡീ വ്യവസ്ഥ, അതായത് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം പറഞ്ഞ ഡിസീസ്, ഒന്ന് സ്ട്രോക്ക്, രണ്ട് നമുക്ക് ഇതിന് വല്ലാണ്ട് അഡിക്ഷൻ ഉണ്ടാക്കും, ഈ നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കും. സോ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഈ ഡ്രഗ് അബ്യൂസ്. സോ നിക്കോട്ടിൻ അഡിക്ഷൻ ഒന്നിലും പെട്ടുപോവാണ്ടിരിക്കുക. സോ അടുത്തത് എഫക്ട് ടു റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ഈ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അസുഖം എന്ന് പറഞ്ഞാൽ ലങ് ക്യാൻസർ ആണ്. നമ്മുടെ ശ്വാസകോശ ക്യാൻസർ ആണ് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിസീസ്. പിന്നെ വരുന്നതാണ് ബ്രോങ്കൈറ്റിസ്, എംഫസിമ ഒക്കെ. വെൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യണം, അതായത് രക്തപരിവഹന വ്യവസ്ഥയെ ബാധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ് ആൻഡ് ഡിക്രീസ്ഡ് ഫംഗ്ഷൻ ഓഫ് ഹാർട്ട്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ കുറയും. ഇതൊക്കെയാണ് സർക്കുലേറ്ററി സിസ്റ്റം. സോ നമ്മൾ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഇവിടെ കവർ ചെയ്തു. ഇനി നമ്മൾ റാപ്പിഡ് ആയിട്ട് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ഡിസീസ് എഫക്ട് ചെയ്യുന്ന ഡിസീസും കൂടെ നോക്കി പോവാണ്. അപ്പൊ ആനിമൽസിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസ്, ആനിമൽസിനെ എഫക്ട് ചെയ്യുന്ന ബാക്ടീരിയൽ ഡിസീസ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ആന്ത്രാക്സ്. അത് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ്, ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറഞ്ഞിട്ട്. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അപ്പോൾ ആനിമൽ ഡിസീസ്, ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ഒന്ന് ആന്ത്രാക്സ്. രണ്ടാണ് ഇൻഫ്ലമേഷൻ ഓഫ് അഡർ, അതായത് നമ്മൾ മലയാളത്തിന് അകിട് വീക്കം എന്ന് പറയും. അപ്പൊ ഇപ്പൊ പശുവിന്റെ ഒക്കെ അകിടിന് വീക്കം വന്നിട്ട് നമ്മുടെ പാൽ ഉൽപാദനം കുറയും. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് കുറയും, കിട്ടുന്ന മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കുറയും. അതാണ് ഒരു ഡിസീസ്, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ ഓർ അകിട് വീക്കം മലയാളത്തിൽ പറയും. ദെൻ വൈറൽ ഡിസീസ് ആണ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഇതൊരു വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്, ആനിമൽസിൽ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. കൂടുതൽ കാറ്റിൽസിലൊക്കെയാണ്, ഈ പശു അങ്ങനെ ആടുകൾ അങ്ങനത്തെ ജീവികളിലൊക്കെ വരുന്ന അസുഖമാണ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. അത് നമ്മളെ മൗത്തിലൊക്കെ ചെറിയ കുമിളകൾ പോലെ അങ്ങനെയൊക്കെ വരുന്ന ഒരു അസുഖമാണ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. അപ്പൊ ആനിമൽ ഡിസീസസ് കവർ ചെയ്തു. ഇനി പ്ലാന്റ് ഡിസീസ്, പ്ലാന്റ്സിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ്. അതിലാണ് നമ്മുടെ പാഡി, നെല്ലിനെ അഫക്ട് ചെയ്യുന്ന ബ്ലൈറ്റ് ഡിസീസ്. അതായത് നമ്മുടെ ഈ പാഡി ലീവ്സിനൊക്കെ ബ്രൗൺ കളർ പോലത്തെ സ്പോട്സ് വരും. അതാണ് ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി. അതും നമ്മളെ പാഡി നെല്ലുണ്ടാക്കുന്ന ഉൽപാദനം കുറയ്ക്കും. ഓക്കെ, അടുത്തത് വിൽറ്റ് ഡിസീസ് ഓഫ് ബ്രിഞ്ചാൾ. അടുത്ത വൈറൽ ഡിസീസ് ആണ് മൊസൈക് ഡിസീസ് ഇൻ പീസ് ആൻഡ് ടാപ്പിയോക്ക.
പിന്നെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, അതായത് നമ്മുടെ വാഴയൊക്കെ ഗ്രോത്ത് കുറയും, അധികം നീളം ഉണ്ടാവില്ല, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ അതിനാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് വിളിക്കുന്നത്. അടുത്ത ഫംഗൽ ഡിസീസ് ആണ് ക്വിക്ക് വിൽറ്റ് ഇൻ പെപ്പർ. അതായത് പെപ്പർ ലീഫിലേക്ക് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആ ബ്ലാക്ക് കളർ, നമുക്ക് ആ ലീഫിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ അവിടെ ഇവിടെ വരും, ബ്ലാക്ക് സ്പോട്സ് പോലെ വരും. അപ്പൊ അത് നമ്മളെ പെപ്പർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കുറക്കും. സോ ഒന്ന് ക്വിക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ദെൻ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, അതായത് തെങ്ങിന്റെ കൂമ്പില്ലേ, അത് കൂമ്പ് ചെയ്യൽ എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എഫക്ട് ചെയ്യുന്ന ഡിസീസ്. സോ നമ്മൾ ഇവിടെ എന്താണ് ഈ ടോപ്പിക് കീപ്പിംഗ് ഡിസീസസ് എവേ ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ്, നന്നായി പഠിക്കുക.